ലെക്ചർ 40ൽ നമ്മൾ 5th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ കഴിഞ്ഞ മോഡ്യൂൾസിൽ നമ്മൾ പറഞ്ഞത് ലീനിയർ മോഷനെ പറ്റിയായിരുന്നു. സോ 5th മോഡ്യൂൾ നമ്മൾ പറയുന്നത് റൊട്ടേഷണൽ മോഷനാണ്. സോ ലീനിയർ മോഷൻ എന്ന് പറയുന്നത് ഒരു ബോഡിയിലുള്ള അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കിളും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. സോ റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ ഓൾ പാർട്ടിക്കിൾസ് ഓഫ് എ റിജിഡ് ബോഡി മൂവ്സ് ഇൻ കോൺസെൻട്രിക് സർക്കുലർ പാത്ത് ആൻഡ് അബൌട്ട് എ ഫിക്സ്ഡ് പോയിൻറ്റ് ഓർ ആക്സിസ്. അതായത് ഇവിടെ നോക്കിയാൽ മതി, നമ്മുടെ ഈ ഒരു പുള്ളിനകത്ത് എല്ലാ പോയിൻറ്റും എടുത്തു കഴിഞ്ഞാലും അതെല്ലാം ഈ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് വെച്ചിട്ട് മൂവ് ചെയ്യുന്നു. സോ ഒരു സർക്കുലർ പാത്തിലാണ് എൻ്റെ എല്ലാ പോയിൻറ്റ്സുകളും മൂവ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അത്ര മോഷനെയാണ് പറയുന്നത് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് പുള്ളി, ഷാഫ്റ്റ്, ഫ്ലൈ വീൽ എക്സെട്ര. സോ പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്നത് ഇതാണ് പുള്ളി എന്ന് പറയുന്നത്. ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ റോഡാണ്. ഓക്കെ, ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഒരു റിജിഡ് സർക്കുലർ മാസാണ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ്. നമ്മുടെ വെഹിക്കിൾസിലൊക്കെ കാണാവുന്ന ഒരു സംഭവമാണ്, ഓട്ടോമൊബൈൽസിലൊക്കെ കാണുന്ന സാധനമാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷൻസ്. അപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ ലീനിയർ മോഷനുള്ള പോലെ തന്നെ അതിനകത്ത് എന്താ പറയുക, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, വെലോസിറ്റി ഉണ്ടാവും, ആക്സിലറേഷൻ ഉണ്ടാവും. സോ ഇതിനകത്ത് റൊട്ടേഷൻ മോഷൻ വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് പറയും, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. സോ അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക തീറ്റയിലാണ്. സോ തീറ്റയുടെ എന്താ പറയുക യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് ആണ്. ഓക്കെ, സോ അതുപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റിയാണ്. സോ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഒമേഗയിലാണ്. ഓക്കെ, സോ ഒമേഗ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. സോ അതുപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് കോൾഡ് ആംഗുലർ ആക്സിലറേഷൻ. ഓക്കെ, ആംഗുലർ ആക്സിലറേഷൻ നമ്മൾ ആൽഫ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആൽഫ എന്ന് പറയുന്നത് ഡി ഒമേഗ ബൈ ഡി ടി, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, സോ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. ഡി ഒമേഗ എന്ന് പറയുന്നത് ഡി തീറ്റ ബൈ ഡി ടി ആണ്. സോ അതിന് നമുക്ക് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി തീറ്റ മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ ബൈ ഡി ടി. സോ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, കാരണം ഡി തീറ്റയും ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് തന്നെ ഡി ഒമേഗ ബൈ ഡി ടി എന്ന് കിട്ടും. സോ ഡി ഒമേഗ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താ? സോ ഡി ഒമേഗ ബൈ ഡി തീറ്റ മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താ? ഒമേഗ. സോ നമുക്ക് ആംഗുലർ ആക്സിലറേഷനെ ആൽഫ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ ഓർത്ത് വെക്കണം, ഡി ഒമേഗ ബൈ ഡി ടി ആൻഡ് ഒമേഗ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി തീറ്റ. സോ ദാറ്റ് ഈസ് ആംഗുലർ ആക്സിലറേഷൻ. സോ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇൻ റൊട്ടേഷൻ പെർ മിനിറ്റ്. അത് നമുക്ക് ആംഗുലർ വെലോസിറ്റിയെ നമ്മൾക്ക് റേഡിയൻ പെർ സെക്കൻഡ് അല്ലാതെ റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഒമേഗ എന്ന് പറയുന്നത് 2πn/60 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. സോ ഇതിനകത്ത് എൻ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ഇൻ RPM ആണ്. സോ ആംഗുലർ വെലോസിറ്റി ഇൻ റൊട്ടേഷൻ പെർ മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ RPM എന്ന് പറയുന്നത് റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. സോ നമുക്ക് വൺസ് റൊട്ടേഷൻ പെർ മിനിറ്റിലാണ് ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് റേഡിയൻസ് പെർ സെക്കൻഡിലേക്ക് മാറ്റാനുള്ള ഇക്വേഷനാണ് ഒമേഗ ഇസ് ഈക്വൽ ടു 2πn/60 റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അനലോജി ബിറ്റ്വീൻ ആംഗുലർ ആൻഡ് റെക്ലീനിയർ മോഷൻ, ആ ലീനിയർ മോഷൻ്റെയും ആംഗുലർ മോഷൻ്റെയും ഒരു അനലോജി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സോ ഇതിനകത്ത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ω0 ആണ് ആംഗുലർ മോഷൻ്റെ അകത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. റെക്ലീനിയർ മോഷൻ്റെ അകത്ത് നമ്മൾ U ആയിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്. സോ യുവിന് ഇക്വലൻ്റ് ആണ് ω0. ഓക്കെ, സോ ഫൈനൽ വെലോസിറ്റി നമ്മൾ ഒമേഗ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക ആംഗുലർ മോഷനകത്ത്. സോ റെക്ലീനിയർ അല്ലെങ്കിൽ ലീനിയർ മോഷനകത്ത് V എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആക്സിലറേഷൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൽഫയാണ്. സോ ആംഗുലർ മോഷൻ്റെ അകത്ത് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് റെക്ലീനിയർ മോഷനിൽ A ആണ് എടുത്തിട്ടുള്ളത്, ആംഗുലർ മോഷൻ്റെ അകത്താണ് ആൽഫ എന്ന് എടുക്കുന്നത്. സോ വെലോസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി ആണ്. സോ അതുപോലെ തന്നെ V എന്ന് പറയുന്നത് DS ബൈ ഡി ടി ആണ്. സോ ഇവിടെ DS എന്ന് പറയുന്നത് എന്താ? ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ ഇവിടെ R റേഡിയസ് ഉള്ളൊരു സർക്കിളാണ് എടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് തീറ്റയാണ്. സോ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ്. സോ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഇവിടത്തേക്ക് ഈ പോയിൻറ്റ് മൂവ് ചെയ്യുമ്പോൾ, ഇവിടെ നിന്നൊരു പോയിൻറ്റ് ഇത് ഇവിടത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റാണ് തീറ്റ എന്ന് പറയുന്നത്. സോ ആ സമയത്ത് ഉണ്ടാകുന്ന ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? S ആണ്. സോ എസ്സിനും തീറ്റയ്ക്കും ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, സോ S എന്ന് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ എന്നാണ് മറ്റേ ആംഗുലർ മോഷനകത്ത്, ലിക്ലീനിയറിനകത്ത് S ആണെന്ന് പറയുന്നത്. സോ നമ്മൾക്ക് ഇക്വേഷൻ അതുപോലെ തന്നെ വരും. ഒമേഗ ഇസ് ഈക്വൽ ടു ω0 പ്ലസ് ആൽഫ ടി, അതായത് V ഇസ് ഈക്വൽ ടു U പ്ലസ് AT എന്നുള്ള ഇക്വേഷൻ നമ്മൾ
ഒമേഗ ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഒമേഗ 0 ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആൽഫ ടി. അതുപോലെ തന്നെ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. തീറ്റ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ 0 ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി നോക്കാം. സോ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ടി സെക്കൻഡ് ഈസ് എ ബി. അതായത് ഈ ഒ എന്നുള്ള പോയിൻ്റ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നൊരു ബോഡിയാണ് എ എന്ന് പറയുന്നത്. സോ അതിന് ഒരു തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കഴിയുമ്പോൾ ഉള്ള പൊസിഷൻ എന്ന് പറയുന്നത് ബി ആണ്. സോ എയിൽ നിന്ന് ബിയിലേക്കുള്ള ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എസ് ആണ്. അതുപോലെ തന്നെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് തീറ്റയാണ്. ഓക്കെ, സോ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എ ബി. സോ എ ബി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? സോ ആർക്ക് ലെങ്ത്താണ് ശരിക്കും അല്ലേ? സോ ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു എന്താ പറയുക? ഇസ് ഈക്വൽ ടു റേഡിയസ് മൾട്ടിപ്ലൈഡ് ബൈ തീറ്റയാണ്. ഓക്കെ, സോ എ ബി ഇസ് ഈക്വൽ ടു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എ ബി ഇസ് ഈക്വൽ ടു എസ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ ആർ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. സോ ദിസ് ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈഡ് ബൈ തീറ്റയാണ് നമ്മുടെ ഈ ആർക്ക് ലെങ്ത് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് കിട്ടും ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എ ബി ഇസ് ഈക്വൽ ടു എസ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ. സോ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി. സോ വി ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. സോ ഡി എസ് എന്ന് പറയുന്നത് ആർ ഇൻറ്റു ഡി തീറ്റയാണ്, അല്ലെങ്കിൽ എസ് എന്ന് പറയുന്നത് ആർ തീറ്റ ആയതുകൊണ്ട് ഡി എസ് എന്ന് പറയുന്നത് ആർ ഇൻറ്റു ഡി തീറ്റയാണ്. സോ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് ഒമേഗയാണ്. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. സോ ദിസ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. നെക്സ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സലറേഷൻ ആൻഡ് ആംഗുലർ ആക്സലറേഷൻ. സോ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ്. സോ വി എന്ന് പറയുന്നത് ആർ ഒമേഗയാണ്. സോ ഡി ബൈ ഡി ടി ഓഫ് ആർ ഒമേഗ എന്ന് എഴുതാൻ പറ്റും. സോ അതിന് നമുക്ക് ആർ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റും. സോ ഡി ഒമേഗ ബൈ ഡി ടി എന്ന് പറയുന്നത് ആൽഫയാണ്, അല്ലെങ്കിൽ ആംഗുലർ ആക്സലറേഷനാണ്. സോ നമുക്ക് എഴുതാൻ പറ്റും വി ക്യാൻ സേ ദാറ്റ് എ ഈക്വൽ ടു ആർ ഇൻറ്റു ആൽഫ, വെർ എ ഇസ് ദ ലീനിയർ ആക്സലറേഷൻ ആൻഡ് ആൽഫ എന്ന് പറയുന്നത് ആംഗുലർ ആക്സലറേഷനാണ്. സോ ഇതാണ് നമ്മുടെ ലീനിയർ ആൻഡ് ആംഗുലർ ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. The armature of an electric motor has angular speed of 1800 rpm at the instant when the power is cut off. If it comes to rest in 6 seconds, calculate the angular deceleration assuming it is constant. How many revolutions does the armature make during this period? എന്താ പാർട്ടിൽ നോക്കാം നമുക്ക്. സോ ഒരു ആർമേച്ചർ കോയിലുണ്ട്, അതിൻ്റെ ഒരു ആംഗുലർ സ്പീഡ് എന്ന് പറയുന്നത് 1800 rpm ആണ്. സോ ഇവിടെ ആംഗുലർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് 1800 rpm പറഞ്ഞിട്ടുള്ളത്, അതായത് റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഓക്കെ, എപ്പോഴാണ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ ദ പവർ ഈസ് കട്ട് ഓഫ്, അതായത് പവർ കട്ട് ഓഫ് ആയി, അതായത് പവർ കട്ട് ഓഫ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് നിൽക്കും അല്ലേ. നിൽക്കും എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ട് അത് സ്റ്റോപ്പ് ആവും. ഓക്കെ, ഒരു സ്ഥലത്താണ് നമ്മളിപ്പം നിൽക്കുന്നതെങ്കിൽ പിന്നെ ഉള്ളത് പവർ ഇല്ലാതെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അത് റെസ്റ്റിലേക്ക് എത്തും. ഓക്കെ, സോ ആ ടൈം എന്ന് പറയുന്നത് 6 seconds ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് കാൽക്കുലേറ്റ് ദ ആംഗുലർ ഡീസലറേഷൻ അസ്യൂമിങ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. സോ ഈ പവർ കട്ട് ഓഫ് ചെയ്തതിന് മുതൽ നമ്മളിത് സ്റ്റോപ്പ് ആകുന്ന വരെയുള്ള ആംഗുലർ ഡീസലറേഷൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഡീസലറേഷൻ എന്ന് പറയുന്നത്. സോ അസ്യൂമിങ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, അത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്, ആംഗുലർ ഡീസലേഷൻ. സോ അതുപോലെ തന്നെ ഹൗ മെനി റെവല്യൂഷൻ ഡസ് ദ ആർമേച്ചർ മേക്ക് ഡ്യൂറിങ് ദിസ് പീരീഡ്, അതായത് പവർ കട്ട് ഓഫ് ചെയ്തത് മുതൽ റെസ്റ്റിലേക്ക് വരുന്നത് വരെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളത്. സോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ ആദ്യം നോക്കാം. സോ നമുക്ക് തന്നിട്ടുള്ളത് സ്പീഡാണ്. സ്പീഡ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ആയിട്ടുള്ള സ്പീഡ്, പവർ കട്ട് ഓഫ് ചെയ്യുമ്പോഴുള്ള സ്പീഡാണ് n1 എന്ന് പറയുന്നത്. സോ അതെന്ന് പറയുന്നത് 1800 rpm ആണ്, അല്ലെങ്കിൽ റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. ഓക്കെ, സോ n1 കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ആർ പി എമ്മിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒമേഗ എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡിലാക്കാൻ എന്തായിരുന്നു ഇക്വേഷൻ? ഒമേഗ ഇസ് ഇക്വൽ 2πn/60 ആണ്. സോ ഒമേഗ 1 ഇസ് ഇക്വൽ ടു 2πn1/60. സോ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടും 2π × 30 എന്ന് കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ. ഒമേഗ 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ 2 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒമേഗ 2 ഇസ് ഇക്വൽ ടു അല്ലെങ്കിൽ ഒമേഗ 1 കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒമേഗ 2 ഇസ് ഇക്വൽ ടു ഒമേഗ 1 പ്ലസ് ആൽഫ ടി എന്നൊരു ഇക്വേഷൻ ഉണ്ട്, അതായത് വി ഇസ് ഇക്വൽ ടു യു പ്ലസ് എ ടി എന്നൊരു ഇക്വേഷൻ പോലെ. ഇതിനകത്ത് ഒമേഗ 2 എന്ന് പറയുന്നത് 0 ആണ്. എന്തുകൊണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഏറ്റവും അവസാനം നിൽക്കുന്നതാണ് 6 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ആവുമെന്ന് പറയുന്നത് അവിടെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്, അതായത് ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ നിന്ന് 0യിലേക്കാണ് ഇത് പോകുന്നത്. അതുപോലെ തന്നെ ഒമേഗ 2 എന്ന് പറയുന്നത് 0 ആണ്. സോ 0 ഇസ് ഈക്വൽ ടു ഒമേഗ 1 എന്ന് പറയുന്നത് 2π × 30 മൈനസ്. സോ ഇവിടെ മൈനസ് എടുക്കാണ്ട് നമുക്ക് പ്ലസ് തന്നെ എടുക്കാം. മൈനസ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അതിൽ ഡീസലറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡീസലറേറ്റിംഗ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് -α/6 എഴുതാം. സോ ഇൻ കേസ് നമ്മളിപ്പോൾ മൈനസ് എടുക്കാതെ പ്ലസ് തന്നെ എടുത്തു എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആൽഫയുടെ വാല്യൂ മൈനസ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ പ്ലസ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ എന്ന് പറയുന്നത് -2π × 30/6 എന്ന് കിട്ടും. സോ രണ്ടെടുത്താലും സെയിം തന്നെയാണ്. ആൽഫ എന്ന് പറയുന്നത് മൈനസ് ആയതുകൊണ്ട് തന്നെ ഡീസലറേറ്റിംഗ് ആണെന്ന് മനസ്സിലാവാൻ പറ്റും നമുക്ക് അതിനകത്ത്. സോ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ ടേൺഡ് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ ആംഗിൾ ടേൺഡ് എന്ന് പറയുന്നത് എന്താ പറ്റുക, θ = ω1t മൈനസ് ആൽഫ × α t². സോ ഇത് മൈനസ് എടുക്കാൻ കാരണം എന്താ, ഈ ആൽഫ മൈനസ് ആയതുകൊണ്ട്. സോ S = ut + ½ എന്നുള്ള ഇക്വേഷനാണത്. സോ u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ω1t ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി. θ = ω1t മൈനസ് ½ × α t². ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് 2π × 30 ആണ് ω1 മൾട്ടിപ്ലൈഡ് ബൈ 6 സെക്കൻഡ്സ് കൊണ്ടാണ് ടൈം എന്ന് പറയുന്നത് 6 സെക്കൻഡ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ -1/2 × ആൽഫ എന്ന് പറയുന്നത് 31.4 ആണ് മൾട്ടിപ്ലൈഡ് ബൈ 6². സോ ഇതിന് നമുക്ക് 565.77 റേഡിയൻസ് എന്ന് കിട്ടും. സോ ഇവിടെ കിട്ടിയിരിക്കുന്നത് തീറ്റ ആണ്, അതായത് ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ ഈ ടോട്ടൽ റെവല്യൂഷൻ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 2π റേഡിയൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 565.77 റേഡിയൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാം, 565.77 ഡിവൈഡ് ബൈ 2π. സോ റേഡിയൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ റെവല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ബൈ 2π ചെയ്താൽ മതി. സോ 565.77 ഡിവൈഡ് ബൈ 2π എന്ന് പറയുന്നത് 90 ആണ്. സോ 90 റെവല്യൂഷൻസ് ആണ് ടോട്ടലായിട്ട് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. The rotor of an electric motor is uniformly accelerated to a speed of 1800 rpm from rest in 5 seconds, and then immediately power is switched off and the rotor decelerates uniformly to rest. If the total time elapsed is 12.5 seconds, determine the number of revolutions made in acceleration and second in deceleration. ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റോട്ടർ ഇലക്ട്രിക് മോട്ടർ യൂണിഫോംലി ആക്സിലറേറ്റഡ്, അതായത് ഒരു റെസ്റ്റിൽ നിന്ന് യൂണിഫോംലി ആക്സിലറേറ്റഡ് ടു 1800 rpm ലേക്ക് ചെയ്യുന്നു. അത് 1 എന്ന് പറയുന്നത് റെസ്റ്റിലാണ്, 2 എന്ന് പറയുന്നത് 1800 rpmലാണ്. ഓക്കെ, ഇൻ 5 സെക്കൻഡ്സ്. സോ ഇതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ്സിലാണ്. ആൻഡ് ദെൻ ഇമീഡിയറ്റ്ലി പവർ. സോ 2 എന്നുള്ള പോയിന്റിൽ നിന്ന് പവർ കട്ട് ഓഫ് ചെയ്തിട്ട് അത് തിരിച്ച് വന്നിട്ട് 0ലേക്ക് തന്നെ പോകുന്നു. ഓക്കെ, അപ്പോൾ സ്വിച്ച് ഓഫ് ആൻഡ് റോട്ടർ ഡീസലേറ്റ് യൂണിഫോംലി ടു റെസ്റ്റ്. സോ 3 എന്ന് പറയുന്നത് റെസ്റ്റിലാണ്, 1ഉം 3ഉം റെസ്റ്റാണ്. സോ ഒമേഗ എന്ന് പറയുന്നത് 0 ആയിരിക്കും ഈ രണ്ട് സ്ഥലത്തും. 2-ലുണ്ടാകുന്ന ഒമേഗ അല്ലെങ്കിൽ RPM എന്ന് പറയുന്നത് 1800 rpm ആണ് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 12.5 സെക്കൻഡ്സ് ആണ്. അതുപോലെ തന്നെ 1 നിന്ന് 2ലേക്ക് എത്താനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ്സ് ആണ്. സോ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് മെയ്ഡ്. സോ ആക്സിലറേറ്റിംഗ് സ്റ്റേജിലും ഡീസലറേറ്റിംഗ് സ്റ്റേജിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സിമ്പിളാണല്ലോ. ദ റോട്ടർ ഈസ് ആക്സിലറേറ്റഡ് ഫ്രം റെസ്റ്റ്. സോ ω1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ω2 എന്ന് പറയുന്നത് N2, അതായത് RPMലുള്ള നമുക്ക് തന്നിട്ടുണ്ട് 1800 ആണ് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ 2π × 1800 ഡിവൈഡ് ബൈ 60 എന്ന് വരും. സോ 65 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടും ω2. ഓക്കെ, സോ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. V = U + AT, അതായത് ω2 = ω1 + α1 to 2, അതായത് ആംഗുലർ ആക്സിലറേഷൻ ഫ്രം 1 to 2. 1 മുതൽ 2ലേക്ക് പോകുന്ന ആംഗുലർ ആക്സിലറേഷനാണ് α1 to 2 എന്ന് പറയുന്നത്. മൾട്ടിപ്ലൈഡ് ബൈ ടൈം 1 to 2, 1 2ലേക്ക് പോകുന്ന ടോട്ടൽ ടൈം. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ്സ് ആണ് തന്നിട്ടുണ്ട്. ω1 എന്ന് പറയുന്നത് 0 ആണ്, ഇവിടുത്തെ 0 ആണ്. സോ ω2 എന്ന് പറയുന്നത് 60π ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് α1 to 2 എന്ന് പറയുന്നത് 12 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയറിന് കിട്ടി. ഓക്കെ, സോ അതുപോലെ തന്നെ തീറ്റ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ എങ്ങനെ എടുക്കാൻ പറ്റും. തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, തീറ്റ 1 to 2. സോ തീറ്റ 1 to 2 = ω1 t1 to 2 + 1/2 × α1 to 2 മൾട്ടിപ്ലൈഡ് ബൈ t², t1 to 2 സ്ക്വയർ. സോ തീറ്റ = ωt + ½ α t² എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. സോ ഇതിനകത്ത് ω1 0 ആയതുകൊണ്ട് ഇത് 0 ആയിപ്പോയി. പിന്നെയുള്ള വെച്ചാൽ 1/2 × α1 to 2 എന്ന് പറയുന്നത് 12π റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് കൊടുത്തു. മൾട്ടിപ്ലൈഡ് ബൈ t1 to 2 എന്ന് പറയുന്നത് 5 ആണ്. സോ 5² കിട്ടി. സോ തീറ്റ 1 to 2 എന്ന് പറയുന്നത് 150π റേഡിയൻസ് കിട്ടി.
സോ അതെന്ന് പറയുന്നത് എത്ര റെവല്യൂഷൻ ആയിരിക്കും 150π ഡിവൈഡ് ബൈ 2π റെവല്യൂഷൻസ് ആണ്. സോ 75 റെവല്യൂഷൻസ് ആണ്. പൈയും ക്യാൻസലായി 150/2 എന്ന് പറഞ്ഞാൽ 75 റെവല്യൂഷൻസ് കിട്ടി. സോ നമുക്ക് ആക്സലറേഷൻ സ്റ്റേജിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് കിട്ടി. നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഇനി ω3 ഫൈനൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ 2 to 3 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആംഗുലർ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ എന്ന് പറയുന്നത് 1800 RPM അല്ലെങ്കിൽ ω2 ആണ് ഇനീഷ്യൽ എന്ന് പറയുന്നത്. സോ ω3 0 ആണ്. ω3 നമുക്കറിയാം ω3 ω2 പ്ലസ് ആൽഫ ടി ആണ്. ആൽഫ 2 to 3 to മൾട്ടിപ്ലൈഡ് ബൈ ടി 2 to 3. ഓക്കെ. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ടൈമാണ് 12.5 സെക്കൻഡ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ്സ് ആണ്. സോ ഈ ടൈം 2 to 3 എന്നുള്ള ടൈം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 12.5 മൈനസ് 5 ആണ്. 7.5 സെക്കൻഡ്സ് ആണ് 2 to 3 എന്ന് പറയുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ω3 എന്ന് പറയുന്നത് 0 ആണ്. 0 ഈക്വൽ ടു ω2 എന്ന് പറയുന്നത് 60π ആണ് പ്ലസ് ആൽഫ 2 to 3 മൾട്ടിപ്ലൈഡ് ബൈ 7.5. സോ ആൽഫ 2 to 3 എന്ന് പറയുന്നത് -8π റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. സോ -8π എന്ന് കിട്ടിയതുകൊണ്ട് തന്നെ 2 to 3 എന്ന് പറയുന്നത് ഡീസലറേറ്റിംഗ് പ്രോസസ്സാണ്. അതായത് നെഗറ്റീവ് ആക്സലേഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ. സോ അതുപോലെ തന്നെ സെയിം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് θ 2 to 3 എന്ന് പറയുന്നത് ω2 മൾട്ടിപ്ലൈഡ് ബൈ ടി 2 to 3 പ്ലസ് 1/2 ഇൻറ്റു ആൽഫ 2 to 3 മൾട്ടിപ്ലൈഡ് ബൈ ടി 2 to 3 സ്ക്വയർ. സോ എല്ലാ വാല്യൂസും നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 225π എന്ന് കിട്ടി. അതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അതിന് റെവല്യൂഷൻസിലേക്ക് മാറ്റണമെങ്കിൽ ഡിവൈഡ് ബൈ 2π ചെയ്യുമ്പോൾ 112.5 റെവല്യൂഷൻസ് കിട്ടി. സോ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇത്തരത്തിലുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. സോ ഹോംവർക്കായിട്ട് ടെക്സ്റ്റിനകത്തുള്ള സോൾവ്ഡ് പ്രോബ്ലംസ് ആണ്. ഇതൊന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൊട്ടേഷൻ ഓഫ് എ ഫ്ലൈവീൽ ഈസ് ഡിഫൈൻഡ് ബൈ ദ ഇക്വേഷൻ ω = 3t² മൈനസ് 2t + 2 where ω is in radians per second and t is in seconds. After 1 second from the start, the angular displacement was 4 radians. Determine the angular displacement, angular velocity and angular acceleration of the flywheel when t is equal to 3 seconds. സോ ഈ ക്വസ്റ്റിൻ്റെ അകത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇതിനകത്ത് പറഞ്ഞത് ആംഗുലർ എന്താ പറയുക വെലോസിറ്റി ഈസ് ഇൻ ടേംസ് ഓഫ് എൻ ഇക്വേഷൻ. ഓക്കെ. ടീൻ്റെ ടേംസിൽ ടൈമിൻ്റെ ടേംസിലുള്ള ഒരു ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് ആംഗുലർ വെലോസിറ്റി തന്നിട്ടുള്ളത്. ഓക്കെ. സോ എങ്ങനെ കണ്ടുപിടിക്കും? ഇത്തരം പ്രോബ്ലംസ് എങ്ങനെ ചെയ്യും? നമുക്ക് കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ചാൽ ഡിറ്റർമിൻ ദ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലർ വെലോസിറ്റി ആൻഡ് ആംഗുലർ ആക്സലേഷൻ ഓഫ് ദ ഫ്ലൈവീൽ വെൻ ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ്സ്. സോ ടി 3 സെക്കൻഡ്സ് ആകുമ്പോൾ ആംഗുലർ വെലോസിറ്റി നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? സോ ഇവിടെ ടിക്ക് 3 സെക്കൻഡ്സ് കൊടുത്താൽ മതി. പക്ഷേ ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലർ ആക്സലറേഷനും എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സോ അതിനാണ് നമ്മൾ ω = 3t² മൈനസ് 2t + 2 എന്ന് കിട്ടും. സോ ω എന്ന് പറയുന്നത് dθ/dt ആണ്. സോ dθ/dt എന്ന് പറയുന്നത് 3t² മൈനസ് 2t + 2 എന്ന് കിട്ടും. സോ ഇതിനകത്ത് നിന്ന് dθ എന്ത് വരും? dθ = 3t² മൈനസ് 2t + 2 dt എന്ന് കിട്ടും. സോ അതിൻ്റെ തീറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇൻ്റഗ്രൽ dθ എന്ന് പറയുന്നത് തീറ്റയാണ്. സോ ഇൻ്റഗ്രൽ dθ = ഇൻ്റഗ്രൽ 3t² മൈനസ് 2t + 2 dt എന്ന് വരും. സോ ഇതിന് ഇൻ്റഗ്രേറ്റ് എന്ത് പറ്റും? 3t എന്ന് പറയുന്നത് 3t³ / 3 ആണ്, മൈനസ് 2t² / 2 ആണ്, പ്ലസ് 2t പ്ലസ് c. സോ c എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. സോ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും t³ മൈനസ് t² പ്ലസ് 2t പ്ലസ് c എന്ന് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ടി എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആകുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് 4 റേഡിയൻസ് ആണ് തന്നിട്ടുണ്ട്. അതായത് എന്താ പറയുക, ആഫ്റ്റർ 1 സെക്കൻഡ് ഫ്രം ദ സ്റ്റാർട്ട് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 4 റേഡിയൻസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനകത്ത് കൊടുക്കാൻ പറ്റും ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ = 1 സെക്കൻഡ് അല്ലേ, 1³ മൈനസ് 1² പ്ലസ് 2 × 1 പ്ലസ് c എന്ന് എഴുതാൻ പറ്റും. സോ ഇതിനകത്ത് ടി എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആകുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് 4 ആണ് തന്നിട്ടുണ്ട്. സോ 4 = 1³ മൈനസ് 1² പ്ലസ് 2 × 1 പ്ലസ് c എന്ന് വരും. സോ ഇതിനകത്ത് നമുക്ക് സിയുടെ വാല്യൂ കിട്ടി, c = 2 എന്ന് കിട്ടും. ഓക്കെ. സിയുടെ വാല്യൂ 2 കിട്ടിക്കഴിഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ 3 സെക്കൻഡ്സ് എന്ന് പറയുന്നത് വരും തീറ്റ = 3³ t³ മൈനസ് t² പ്ലസ് 2t പ്ലസ് 2 എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. സോ ഇതിനകത്ത് സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ 3 സെക്കൻഡ്സ്. സോ 3 നമ്മൾ ടിയുടെ വാല്യൂ 3 ആയിട്ട് കൊടുക്കുന്നു, അപ്പോൾ തന്നെ സി സബ്സ്റ്റിറ്റ്യൂട്ടും ചെയ്യുന്നു. സോ 26 റേഡിയൻസ് കിട്ടും. അതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ 3 സെക്കൻഡ്സ് എന്ന് പറയുന്നത്.
ഇനി ആംഗുലർ വെലോസിറ്റി ആഫ്റ്റർ 3 seconds എന്താ? ഒമേഗയുടെ ഇക്വേഷനകത്ത് 3 കൊടുക്കുക, ടിക്ക് പകരം 3 കൊടുക്കുക, നമുക്ക് 23 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ. ഇനി ആംഗുലർ ആക്സിലറേഷനോ? ആംഗുലർ ആക്സിലറേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി ആണ്. സോ ഒമേഗ എന്ന് പറയുന്നത് 3t² മൈനസ് 2t പ്ലസ് 2 ആണ്. ഓക്കെ. സോ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6t മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ, 6t മൈനസ് 2 എന്ന് കിട്ടും. സോ ആംഗുലർ ആക്സിലറേഷൻ ആഫ്റ്റർ 3 seconds എന്ന് പറയുന്നത് ആൽഫ ഇസ് ഈക്വൽ ടു 6 × 3 മൈനസ് 2 എന്ന് കിട്ടും. സോ 16 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇത് വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഇക്വേഷനായിട്ട് ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റായിട്ട് തരാതെ ഒരു ഇക്വേഷനായിട്ട് ടീൻ്റെ ടേംസിലൊരു ഇക്വേഷനായിട്ട് തന്നിട്ടുണ്ട്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. The angular acceleration of the rotor of an electric motor is alpha is equal to 30t radians per second square. The rotor start at time t is equal to 0 seconds with no initial velocity. After 2.5 seconds, the rotor has completed 5 revolutions. So write the equations for angular velocity and angular displacement. Also determine the angular velocity and angular displacement at time t is equal to 5 seconds. തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആംഗുലർ ആക്സിലറേഷൻ ഓഫ് ദ റോട്ടർ ഓഫ് എൻ ഇലക്ട്രിക് മോട്ടോർ തന്നിട്ടുണ്ട്. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ടൈം തന്നിട്ടുണ്ട്. ആൽഫ ഇസ് ഈക്വൽ ടു 30t റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയറിന്. സോ അതുപോലെ തന്നെ റോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 0 സെക്കൻഡ്സിലാണ്. ഇനീഷ്യൽ വെലോസിറ്റി അതിനകത്ത് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2.5 സെക്കൻഡ്സിലാകുമ്പോൾ റോട്ടർ ഹാസ് കംപ്ലീറ്റഡ് 5 റെവല്യൂഷൻസ്. സോ റൈറ്റ് ദ ഇക്വേഷൻസ് ഫോർ ആംഗുലർ വെലോസിറ്റി ആൻഡ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ആംഗുലർ വെലോസിറ്റിയുടെയും ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇക്വേഷനാണ് എഴുതാൻ പറ്റില്ല. And also determine the angular velocity and angular displacement at a time t is equal to 5 seconds. സോ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ആൽഫ എന്ന് പറയുന്നത് 30t റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയറാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ടൈം t is equal to 0 എന്ന് പറയുന്നത് ഒമേഗ എന്ന് പറയുന്നത് 0 ആണ്. ആ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് t 0 സെക്കൻഡ്സിലാണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നോ ഇനീഷ്യൽ വെലോസിറ്റി എന്ന്. സോ ഒമേഗ 0 ആയിരിക്കും. സോ അറ്റ് ടൈം t equal to 2.5 seconds, അതായത് ആഫ്റ്റർ 2.5 seconds റോട്ടർ ഹാസ് കംപ്ലീറ്റഡ് 5 റെവല്യൂഷൻസ്. സോ തീറ്റ എന്ന് പറയുന്നത് 5 റെവല്യൂഷൻസ് ആണ്. സോ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് 2π റേഡിയൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 5 റെവല്യൂഷൻ എന്ന് പറയുന്നത് വരും 5 × 2π റേഡിയൻസ് വരും. സോ 10π റേഡിയൻസ് ആണ് ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് തീറ്റ അറ്റ് t is equal to 2.5 seconds. ഓക്കെ, സോ നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി ആണെന്ന് അറിയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 30t. സോ ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു 30t. സോ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഡി ഒമേഗ എന്ന് പറയുന്നത് 30t × dt എന്ന് വരും. സോ ഒമേഗ എന്ത് കിട്ടും? ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ഈക്വൽ ടു 30t യും 30t² / 2 പ്ലസ് c1 എന്ന് എഴുതാൻ പറ്റും. സോ 15t² പ്ലസ് c1 എന്ന് എഴുതും. ഓക്കെ, സോ ഇവിടെ t1ൻ്റെ അല്ലെങ്കിൽ c1ൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? t is equal to 0, അതായത് ടൈം 0 ആകുമ്പോൾ ഒമേഗ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇവിടെ ടൈമിന് 0 കൊടുക്കുക. സോ 15 × 0 പ്ലസ് c1 is equal to 0 എന്ന് കിട്ടും. ഓക്കെ, സോ ടൈം 0ൽ ഒമേഗ 0 ആണ്, t 0 ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ c1 എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. അതായത് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ c1 ഇൻ ദ അബോവ് ഇക്വേഷൻ. സോ ഇത് കിട്ടും ഒമേഗ is equal to 15t² എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സ്പ്രഷൻ ഫോർ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ is equal to 15t² എന്ന് കിട്ടി. അവിടെ നമുക്ക് കിട്ടി 15t² എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഒമേഗ എന്ന് പറയുന്നത് d തീറ്റ ബൈ dt ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 15t². അങ്ങനെയാണ് d തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? 15t² × dt എന്ന് വരും. ഓക്കെ, സോ തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? 15t³ / 3 + c2 എന്ന് വരും. സോ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യണതിനകത്ത് എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത്? t is equal to 2.5 സെക്കൻഡ്സിൽ തീറ്റ is equal to 10π റേഡിയൻസ് ആണ്. സോ ഇതിനകത്ത് തീറ്റ 10π കൊടുക്കുക. അതുപോലെ തന്നെ t എന്ന് പറയുന്നത് 2.5 സെക്കൻഡ്സും കൊടുക്കുക. സോ 15 × 2.5³ / 3 പ്ലസ് c2 എന്ന് കിട്ടും. സോ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ c2യുടെ വാല്യൂ കിട്ടും. c2 is equal to -46.71 എന്ന് കിട്ടും. ഓക്കെ, സോ തീറ്റ എന്ത് കിട്ടും അന്നേരം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് c2 വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ is equal to 15t³ / 3 -46.71 എന്ന് കിട്ടും. ഓക്കെ, സോ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? തീറ്റ is equal to 15t³ / 3 -46.71. സോ എക്സ്പ്രഷൻ ഫോർ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ is equal to 15t² ആണ്. എക്സ്പ്രഷൻ ഫോർ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് തീറ്റ is equal to 5t³ അത് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പം 5t³ - 46.71 കിട്ടും. സോ നമുക്ക് തന്നിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് വെച്ചാൽ 5 സെക്കൻഡ്സിലുള്ള
അറ്റ് 5 സെക്കൻഡ്സിലുള്ള ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. സോ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തമായി 5 എന്ന് പറയുന്നത് അറ്റ് t = 5 സെക്കൻഡ്സ്. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് 15 × 5² എന്ന് പറയുന്നത് 375 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടും. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 5 × 5³ -46.71 എന്ന് കിട്ടും. സോ 578.29 റേഡിയൻസ് എന്ന് കിട്ടും. സോ ദിസ് ആർ ദ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആംഗുലർ വെലോസിറ്റി അറ്റ് ടൈം t = 5 സെക്കൻഡ്സ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഈ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾ +2 ലെവലിൽ പഠിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഒന്നും കൂടെ നോക്കുക, ഈ സോൾവ്ഡ് പ്രോബ്ലംസും ഹോംവർക്കും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.